എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റും കൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കാണും ഇതുപോലത്തെ പഴയ മാസ്കുകൾ. അപ്പോൾ നമ്മൾ വാഷ് ചെയ്തിട്ട് പിന്നെ അത് യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ മാസ്ക് വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ഐഡിയ ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഇപ്പോൾ ഞാനിതാ ഇതുപോലെ കുറച്ച് മാസ്കൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊന്നും വേണ്ട കേട്ടോ, 2 എണ്ണം മതി. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ആദ്യമായിട്ട് ഒരെണ്ണം എടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന പോലെ ഒന്ന് കട്ട് ചെയ്യുക. അതിൻ്റെ സൈഡ് 4 സൈഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ളതാണേ. ഇപ്പോൾ ഞാൻ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടോ. ഇനി അതിനെ നടുവേ ഒന്ന് കട്ട് ചെയ്യാണ്. പിന്നെ ഒരിക്കൽ കൂടി ഒന്നുകൂടെ മടക്കിയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഒരു മാസ്കിനെ നമുക്ക് 4 ആക്കി മടക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇതാ കട്ട് ചെയ്യുന്നത്. അത്രയ്ക്കും വലുപ്പത്തിലുള്ള പീസുകളാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നമുക്ക് ഓരോ ലെയറും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ മുകളിലത്തെ ലെയറാണ് ആ ഒരു ബ്ലൂ കളറിലുള്ളത്, അടിയിലത്തെ 2 എണ്ണം വൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ആ ഒരു ബ്ലൂ കളറിലുള്ള പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മതി. പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. ഇനി ഞാനിതാ ഇതിൻ്റെ ആ ഒരു കോർണർ സൈഡ് ഒന്നിങ്ങനെ മടക്കുകയാണേ. എന്നിട്ട് വീണ്ടും അതിൻ്റെ കോർണറിലുള്ള ഭാഗമില്ലേ, ഇതും ഒന്നുകൂടെ ഒന്നിങ്ങനെ ട്രയാങ്കിൾ പോലെ ഇങ്ങനെ മടക്കിയെടുത്തു. കണ്ടോ? അപ്പോൾ ആ ഒരു അടിഭാഗം ഒരേ ലെവൽ വന്നില്ലേ, അവിടെ നമുക്ക് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ലൈറ്റർ കത്തിച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കുക. എന്നിട്ട് പ്രസ് ചെയ്യുമ്പോൾ അതങ്ങനെ ഒട്ടിയിരിക്കും. അതേപോലെ തന്നെ ഈ സൈഡും ചെയ്യാം കേട്ടോ. ആദ്യം ഒന്ന് ട്രയാങ്കിൾ പോലെ ഞാൻ മടക്കുന്ന പോലെ ഇങ്ങനെ മടക്കിയെടുക്കുക. കണ്ടോ? എന്നിട്ട് ഒരിക്കൽ കൂടി അവിടെ ഒരു കുഞ്ഞ് മടക്കം കൂടി കൊടുക്കുക. അപ്പോൾ അടിഭാഗം ഒരേ ലെവൽ കിട്ടും നമുക്ക്. അപ്പോൾ അവിടെ ഒന്ന് ഉരുക്കി കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റ് ഒട്ടിയിരിക്കും. കണ്ടോ? അപ്പോൾ ഇതുപോലെയാണ് എല്ലാം നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി ഞാൻ അതേപോലെ തന്നെ ഈ ഒരു വൈറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നിങ്ങനെ നടുവേ മടക്കി. കണ്ടോ? അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു കോർണറിൽ നിന്ന് ഒരു ട്രയാങ്കിൾ പോലെ ഇങ്ങനെ അടിയിലേക്ക് മടക്കി കൊടുത്തു. പിന്നെ ഒരു കുഞ്ഞു മടക്കും കൂടെ കൊടുത്തു. കണ്ടോ? അപ്പോൾ അടിഭാഗം കറക്റ്റ് ലെവൽ വന്നു. അപ്പോൾ നമ്മൾ ഉരുക്കി കൊടുത്തു, ഒട്ടിച്ചു. കഴിഞ്ഞു പരിപാടി. ഇനി ആ സൈഡും. അപ്പോൾ ഇതും ശരിയാവും. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് അധികം എണ്ണം ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഉണ്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഗ്രീൻ ടേപ്പും പിന്നെ ഒരു ഈർക്കിളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഈർക്കിളിയിൽ ഈ ഒരു ഗ്രീൻ ടേപ്പ് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ അത് ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് നമ്മുടെ ഈ ഒരു പീസുകൾ എടുത്തിട്ട് ഒരു വെള്ള വെച്ചു. പിന്നെ അതിൻ്റെ ജസ്റ്റ് ഒന്ന് മുകളിലേക്കായിട്ട് ബ്ലൂ വെച്ചു. പിന്നെ അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുകളിലേക്കായിട്ട് ഓരോന്നങ്ങനെ ഇടകലർത്തിയിട്ട് വെള്ളയും ബ്ലൂവും ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നീളത്തിൽ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഫെവിക്കോളായാലും മതി. ഞാനിപ്പോൾ ഗ്ലൂ ഗൺ വെച്ച് വേഗം ഒട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നീളത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈർക്കിളിയില്ലേ, ഗ്രീൻ ടേപ്പ് ചുറ്റിയത്, അത് ഉള്ളിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ഗമ്മാക്കി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ കറക്റ്റ് ഒട്ടിയിരിക്കും. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്യുക. അപ്പോൾ ഇടയിലൊന്ന് ഗമ്മാക്കണത് നല്ലതാണ്, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അഴിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഫുള്ളൊന്ന് റൗണ്ടിൽ ചുറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചുരുട്ടി വരുമ്പോൾ ഒരു റോസ് ഫ്ലവറിൻ്റെ കട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 ബ്ലൂ ലെയറും 2 വൈറ്റ് ലെയറും വേണം കേട്ടോ. അപ്പോൾ ഒരു മാസ്ക് മതിയാവില്ല. ഒരു മാസ്കും പിന്നെ അടുത്തൊരു മാസ്കിൻ്റെ ഒരു പീസും കൂടെ വേണം. അപ്പോൾ ഒരെണ്ണം കറക്റ്റായിട്ട് ഉണ്ടാക്കാം. ഇനി ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ലീവ്സ് എൻ്റെ കയ്യിലുള്ളത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലീഫ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഒരു ഭംഗി വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കട്ടിയുള്ള പേപ്പറിൽ ഗ്രീൻ കളറൊക്കെ കളർ ചെയ്തിട്ട് ലീഫ് പോലെ കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കളർ പേപ്പർ കട്ട് ചെയ്തിട്ട് എങ്ങനെയാലും ചെയ്യാം. അല്ലെങ്കിൽ ഡ്രൈ ലീവ്സ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കളർ ചെയ്തെടുത്താലും മതി. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കട്ടെ. അപ്പോൾ
അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള നമ്മൾ വെറുതെ കളയുന്ന മാസ്ക് വെച്ചിട്ടുള്ള റോസ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാടൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും ഒരു 6-7 ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാം കൂടെ ഇരിക്കുന്നത് കാണുമ്പോഴേ കറക്റ്റ് ആ ഒരു ഭംഗി വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. പിന്നെ നമ്മുടെ പുതിയ ചാനൽ പ്രാർത്ഥനാസ് മാജിക് കിച്ചൺ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടാൽ മാത്രം പോരാ, ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.